എല്ലാവർക്കും നമസ്കാരം. ഇഗ്നൈറ്റ് ദ പാഷൻ ഈ സീരീസിലെ അടുത്ത വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും നെഞ്ചിലേറ്റിയ മാർവലസ് മാർച്ച് അതിശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച ഞാൻ അയച്ച വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എങ്ങനെ മാർവലസ് മാർച്ചിനെ നമുക്ക് വിജയിപ്പിക്കാം എന്നുള്ളൊരു ഫോർമുല കൂടി ഞാൻ നിങ്ങൾക്ക് പകർന്നു തരികയുണ്ടായി. 100 കോടി രൂപയാണ് നമ്മൾ ഈ മാസം ബിസിനസ് ടാർഗറ്റ് ചെയ്യുന്നത്. അതിൽ 1 കോടി രൂപ ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് ചിന്തിച്ചാൽ അതെങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. ഈ 1 കോടി രൂപയുടെ ബിസിനസ് ചെയ്യണമെങ്കിൽ എനിക്ക് 1 ലക്ഷം വീതം 100 കസ്റ്റമേഴ്സിൽ നിന്നും ക്ലോസ് ചെയ്യാം, 10 ലക്ഷം വീതം 10 കസ്റ്റമേഴ്സിൽ നിന്ന് ക്ലോസ് ചെയ്യാം, 20 ലക്ഷം വീതം 5 കസ്റ്റമേഴ്സിൽ നിന്ന് ക്ലോസ് ചെയ്യാം, 25 ലക്ഷം വീതം 4 കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ 50 ലക്ഷം വീതം 2 കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ 1 കോടിയുടെ 1 കസ്റ്റമർ. ഇങ്ങനെ എനിക്ക് 1 കോടി രൂപ ബിസിനസ്സിലെത്താനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ചെയ്യണമെങ്കിൽ എനിക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോർമുല 10:5:2 10 പുതിയ കസ്റ്റമേഴ്സിനെ കാണണം, 5 അപ്പോയിന്റ്മെന്റ്സ് എൻഷുർ ചെയ്യണം, അതിൽ 2 പ്രീമിയം കസ്റ്റമേഴ്സിനെ എനിക്ക് കാണാൻ പറ്റണം. അവിടെയാണ് ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഈ 1 കോടി രൂപ ഞാൻ ചെയ്യണമെങ്കിൽ പ്രീമിയം കസ്റ്റമേഴ്സിനെ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ പ്രീമിയം സെല്ലിംഗ് ഞാൻ ചെയ്യണമെങ്കിൽ എനിക്ക് പ്രീമിയം കസ്റ്റമേഴ്സ് വേണം, പ്രീമിയം പ്രോഡക്റ്റ് വേണം, ഞാനൊരു പ്രീമിയം സെയിൽസ്മാൻ ആവണം. അപ്പൊ പ്രീമിയം കസ്റ്റമേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അങ്ങനെ പ്രീമിയം കസ്റ്റമേഴ്സിനെ 10 ലക്ഷത്തിൽ കൂടുതൽ നിങ്ങൾക്ക് സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യലുള്ള കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ പ്രീമിയം കസ്റ്റമേഴ്സ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ പ്രീമിയം കസ്റ്റമേഴ്സ് എന്റെ ലിസ്റ്റിലുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രീമിയം പ്രൊഡക്റ്റ്. ഞാൻ കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യുന്നത് പ്രീമിയം പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് നമ്മൾ കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യുന്നത്. മൂന്നാമത്തേത് പ്രീമിയം സെയിൽസ്മാൻ ആവണം. നമ്മൾ എല്ലാവരും തന്നെ ആ പ്രീമിയം സെയിൽസ്മാനിലേക്ക് വളരണം. പ്രീമിയം സെയിൽസ്മാൻ ആവണമെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള വീഡിയോകളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എനിക്ക് കണ്ടന്റിൽ ഗ്രിപ്പ് ഉണ്ടാവണം, എനിക്ക് കോൺഫിഡൻസ് വേണം, എന്റെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം. ഇതെല്ലാം തികഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പ്രീമിയം സെയിൽസ്മാൻ ആയിട്ട് മാറും. അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്? 10 ലക്ഷത്തിൽ കൂടുതൽ ക്ലോസ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞാൽ എന്റെ ജോലി ഈസിയാണ്, എന്റെ ടാർഗറ്റ് അച്ചീവ്മെന്റ് ഈസിയാണ്, ഞാൻ ജനറേറ്റ് ചെയ്യാൻ പോകുന്ന റവന്യൂ കൂടുതലാണ്. അങ്ങനെ 1 കോടി എത്താൻ എനിക്ക് 10 ലക്ഷം വീതം 10 കസ്റ്റമേഴ്സ് ക്ലോസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ 25 ലക്ഷം വീതം 4 കസ്റ്റമേഴ്സിനെ ക്ലോസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, 50 ലക്ഷത്തിന് 2 കസ്റ്റമേഴ്സിനെ ക്ലോസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജോലി എത്രത്തോളം ഈസിയായി, എത്ര പെട്ടെന്നാണ് ഞാൻ എന്റെ ടാർഗറ്റിലേക്ക് എത്തുന്നത്. മാർവലസ് മാർച്ചിലേക്ക് എന്റെ കോൺട്രിബ്യൂഷൻ ഹ്യൂജ് ആയിരിക്കും. ഞാൻ ഏൺ ചെയ്യുന്ന റവന്യൂ അല്ലെങ്കിൽ അതിലൂടെ ജനറേറ്റ് ചെയ്യുന്ന ഇൻസെന്റീവ്സ് എത്ര ഹ്യൂജ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഫോക്കസ് ചെയ്യേണ്ടത് ഈ പ്രീമിയം സെല്ലിംഗിലേക്കാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഞാനൊരു പ്രീമിയം സെയിൽസ്മാൻ ആയിട്ട് മാറണം എന്നുള്ളതാണ് നിങ്ങൾ ഓരോരുത്തരും ഫോക്കസ് ചെയ്യേണ്ട ഒരു പ്രത്യേക ഏരിയ എന്ന് പറയുന്നത്. അതിലൂടെ ഈ മാർവലസ് മാർച്ചിലേക്കുള്ള നിങ്ങളുടെ ഹ്യൂജ് കോൺട്രിബ്യൂഷനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജനറേറ്റ് ചെയ്യാനുള്ള ഇൻകം ലെവൽസും വളരെ ഹൈ ആയിരിക്കും. അതിലേക്ക് എല്ലാവരും ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് മാർവലസ് മാർച്ചിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ്. വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ എ വണ്ടർഫുൾ മാർവലസ് മാർച്ച്. താങ്ക് യു വെരി മച്ച്.